സുഹൃത്തുക്കളെ, പ്രവാസികളുടെ വിമാന നിരക്ക് എന്നുള്ളത് ഞാൻ ഗൾഫിലായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. ഷാഫി പറമ്പിൽ MP ഇതിനെതിരെ ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തി എന്ന് കേൾക്കുന്നു. നിലവിലെ രീതി എന്നെ പോലത്തെ ഒരുപാട് പാവങ്ങൾക്ക് ഗുണമായിരുന്ന ഒന്നാണ്. കാരണം മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള രീതിയിലാണ്. അത് റെഗുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഗൾഫിലെ വിമാന നിരക്ക് നോക്കുകയാണെങ്കിൽ ചില സീസണിൽ ആൾക്കാർ തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെയിൻ കാശിന്റെ പൈസക്ക് ഗൾഫിൽ നിന്നും നാട്ടിലോട്ട് വരാം. പൈസ ഇല്ലാത്തവർ ആ സമയത്തിൽ കാത്തു നിൽക്കും. പൈസ ഉള്ളവർ പീക്ക് ടൈമിലായാലും അവർ വരും. പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഓക്കെ, ആ സമയമാവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ഞാനൊക്കെ അങ്ങനെ കാത്തിരുന്നിട്ട് ആ സമയത്ത് വന്നിരുന്ന ആളാണ്. അപ്പോൾ 100-300 രൂപക്കൊക്കെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. പലരും പരാതി പറയുന്നുണ്ട്, മരിച്ചിട്ട് അച്ഛനെ കാണാൻ അല്ലെങ്കിൽ വാപ്പയെ കാണാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റ് ആണെങ്കിൽ ഭയങ്കര റേറ്റ് ആണെന്ന്. അപ്പോൾ ഈ ഡിമാൻഡ് ഉള്ള സമയത്ത് ഇവർ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നില്ല, അവർ നഷ്ടം സഹിക്കുന്നു. ആ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പ്ലെയിൻ എവിടെ ഉണ്ടാവും? അത് പോട്ടെ. ഇപ്പോൾ ഒരു ആളില്ലാത്ത സമയത്ത് ഇവർ പ്ലെയിന് നിർത്തുകയാണ്. അപ്പോൾ ആകെ 50 ആളുകളുള്ളൂ, ഞങ്ങൾ പ്ലെയിൻ ഓട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്ലെയിന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ആ ബന്ധുക്കൾ മരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വരാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? എത്ര എയർലൈൻ കമ്പനികൾ പൂട്ടിപ്പോയി, ജെറ്റ്, കിങ്ഫിഷറൊക്കെ പൂട്ടിപ്പോയില്ലേ? അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ ഈ ലാഭം മാത്രം നോക്കിയാൽ മതിയോ? അവർക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യണ്ടേ? അവരുടെ ചിലവ് ഒപ്പിക്കണ്ടേ? അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്ത് അവർ പ്ലെയിന് ഓട്ടിക്കുന്ന ആ നഷ്ടങ്ങൾ അവർ നികത്തുന്നത് ഇങ്ങനെയുള്ള സീസൺ വരുമ്പോഴാണ്, ഡിമാൻഡ് കൂടുമ്പോഴാണ്. അങ്ങനെയല്ലേ നടക്കുള്ളൂ. ഇതിനും അപ്പുറം ഇതിലൊരു ഉള്ള നന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇല്ലാത്തവന് കൊടുക്കുന്നു എന്നുള്ള അത് ഇവർ സ്വയം നന്മയായിട്ട് ചെയ്യുന്നതല്ല. അതാണ് മാർക്കറ്റ്. ഉള്ള സമയത്ത് കയ്യിൽ കാശുള്ളവൻ അത് കൊടുത്തു പോകും. ഓക്കെ, എല്ലാവരുടെ കയ്യിലും അത്ര ഉണ്ടാവണമെന്നില്ല. എന്നാലും ഫാമിലി ആയിട്ടൊക്കെ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഫാമിലി ആയിട്ട് ജീവിക്കാൻ കഴിയാത്ത പാവങ്ങൾ അവരെന്ത് ചെയ്യും? വളരെ വില കുറഞ്ഞ സമയത്ത് പ്ലെയിന് കയറി വരും. അത് പാവങ്ങൾക്ക് ലാഭമല്ലേ? ആണ്. അത് മാത്രമല്ല, ആ സമയത്ത് ആരുടെയെങ്കിലും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പ്ലെയിൻ ഉണ്ട്. പ്ലെയിന് ഫുള്ളല്ലെങ്കിൽ ഞങ്ങൾക്ക് മുതലാവില്ല, ഞങ്ങൾ കൊണ്ടുപോകില്ല. ഇപ്പം നമ്മളൊരു ഇന്ന റേറ്റ് നിശ്ചയിക്കണം. ആ റേറ്റിന് പ്ലെയിന് ഫുള്ളായാലും അവർക്ക് പ്ലെയിന് പറത്തിയാൽ ലാഭം ഉണ്ടാകൂ എന്ന് വന്നാൽ അവർ പ്ലെയിന് പറത്തില്ല. ഫുള്ളാവാതെ ഞങ്ങൾക്ക് പ്ലെയിൻ പറത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഗൾഫിലോട്ട് പോകേണ്ടി വരുന്നതും വിമാന ടിക്കറ്റിന് അടിയുണ്ടാക്കേണ്ടി വരുന്നതും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നതും യൂറോപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ മണ്ണും അതേ വായുവും അതേ മനുഷ്യരും ഉള്ളത് കൊണ്ടാണ്. പ്രശ്നം മെൻറ്റാലിറ്റിയാണ്, ചിന്തകളാണ്. അപ്പം ചിന്തകൾ മാറ്റുക, നാട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാനുള്ള വക നമുക്ക് കിട്ടും. ഇപ്പോൾ വിമാന സർവീസിനെ പറ്റിയിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി.